MC ടെക്നോളജി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നൗഫൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്, നിങ്ങളൊരു റെഡ്മി യൂസറാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ടായി, അതായത് നിങ്ങളുടെ ഹോം ബട്ടണും നാവിഗേഷൻ ബട്ടണൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഷോർട്ട് കട്ടായി പല രീതിയിലുള്ള ഓപ്ഷൻസുകൾ ഇവിടെ അവൈലബിൾ ആണ്. റെഡ്മി യൂസേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു ഓപ്ഷനാണിത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മൊബൈലിലെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴോട്ട് വന്നാൽ നിങ്ങൾക്ക് അഡീഷണൽ സെറ്റിങ്സ് എന്ന ഒരു ഓപ്ഷൻ കാണുവാൻ വേണ്ടി സാധിക്കും. അവിടെ നിങ്ങൾ കാണാം ബട്ടൺ ആൻഡ് ഗസ്റ്റർ ഷോർട്ട് കട്ട്സ് എന്ന ഒരു ഓപ്ഷൻ. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ കാണാം ലോഞ്ച് ആൻഡ് ക്യാമറ, ടേക്ക് എ സ്ക്രീൻഷോട്ട്, അതേപോലെ പല രീതിയിലുള്ള ഓപ്ഷൻ. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നാവിഗേഷൻ ബട്ടണും അതേപോലെ ഓൺ ഓഫ് വോളിയം ബട്ടണും ഒക്കെ യൂസ് ചെയ്ത് ഷോർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ടാമതായിട്ടുള്ള വരുന്ന ഓപ്ഷൻ ടേക്ക് എ സ്ക്രീൻഷോട്ട് എന്ന്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിവിടെ കാണാം സ്ലൈഡ് 3 ഫിംഗർ ഡൗൺ, അതായത് നിങ്ങൾ 3 വിരൽ വെച്ച് നിങ്ങളുടെ സ്ക്രീനിൽ താഴോട്ടേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുന്ന ഓപ്ഷൻ. അതേപോലെ തന്നെ ലോങ് പ്രസ് ദ ഹോം ബട്ടൺ, നിങ്ങളുടെ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ. ഈ രീതിയിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഷോർട്ട് കട്ട് ചെയ്ത് വെക്കുവാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റായി കാണാം ലോഞ്ച് ക്യാമറ എന്ന ഓപ്ഷൻ. ഇതും നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഷോർട്ട് കട്ട് ചെയ്യേണ്ടത്, ഡബിൾ പ്രസ് ദ പവർ ബട്ടൺ, നിങ്ങൾക്ക് പവർ ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ ഓപ്പൺ ആവുന്നതായിരിക്കും. ഈ രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഫോട്ടോയൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പവർ ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യാമറ ഓൺ ചെയ്ത് ഫോട്ടോ എടുക്കുവാൻ വേണ്ടി സാധിക്കും. അതേപോലെ ഇതിൽ നൽകിയിരിക്കുന്ന ഓപ്ഷനാണ് ലോഞ്ച് ഇൻ ഗൂഗിൾ അസിസ്റ്റൻറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓപ്ഷനാണ് ഗൂഗിൾ അസിസ്റ്റൻറ്റ്. നിങ്ങൾക്ക് സംസാരിച്ചാൽ തന്നെ നിങ്ങളുടെ മൊബൈൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണിത്. അതേപോലെ തന്നെ ടേൺ ഓഫ് സ്ക്രീൻ, നിങ്ങളുടെ സ്ക്രീൻ ഓഫ് ചെയ്യാൻ വേണ്ടിയും നിങ്ങളുടെ ടോർച്ച്, അതായത് നിങ്ങൾക്ക് ബാക്കിൽ വരുന്ന ഫ്ലാഷ് ഓൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ സാധാരണ നോട്ടിഫിക്കേഷൻ ബാറിലുള്ള ടോർച്ച് ഓൺ ആക്കുകയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡീഷണലായി ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ കാണാം ലോങ് പ്രസ് ദ ഹോം ബട്ടൺ, അതേപോലെ തന്നെ ലോങ് പ്രസ് മെനു ബട്ടൺ, ലോങ് പ്രസ് ദ ബാക്ക് ബട്ടൺ. ഈ 3 ബട്ടൺ ഉപയോഗിച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ നിങ്ങൾക്കിവിടെ കാണാം ക്ലോസ് കറണ്ട് ആപ്പ്, അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കിവിടെ ഷോർട്ട് കട്ട് ചെയ്ത് വെക്കുവാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഏതൊരു മോഡലാണോ വേണ്ടത്, അതായത് പവർ പ്ലസ് ഹോം, പവർ ബട്ടണും ഹോം ബട്ടണും ഒരേ സമയം പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ ക്ലോസ് ആവുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് വരുന്ന ഒരു ഓപ്ഷനാണ് ഓപ്പൺ സ്പ്ലിറ്റ് സ്ക്രീൻ, അതായത് 2 സ്ക്രീൻ ഒരേ സമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണിത്. ഇത് നിങ്ങൾക്ക് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ലോങ് പ്രസ് ദ ഹോം ബട്ടൺ ഏത് വേണോ നിങ്ങൾക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ലാസ്റ്റ് വരുന്ന ഓപ്ഷനാണ് ഷോ മെനു. നിങ്ങൾക്ക് മെനു ബട്ടൺ ഓപ്പൺ ചെയ്യുകയാണ്, മെനു നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ രീതിയിൽ ഷോർട്ട് കട്ട് ചെയ്ത് വെക്കുവാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാം പല കമ്പനികളുടെ മൊബൈലുകളിൽ നിങ്ങൾക്ക് മെനു ബട്ടൺ എന്ന പേരിൽ തന്നെ ബട്ടൺ വരുന്നുണ്ട്. MI മൊബൈലിൽ മെനു ബട്ടൺ എന്ന ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്കും ഈ രീതിയിൽ മെനു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് നൽകുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക.